ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിപ്പോൾ പോണത് എവിടേക്കാണെന്നറിയോ? നമ്മുടെ തൃശ്ശൂർ പുലിക്കളിയല്ലേ. അപ്പം നാലോണത്തിന് ഇവിടെ തൃശ്ശൂർ നാട്ടിൽ പുലിക്കളി ഇറങ്ങും. അപ്പോൾ പുലികൾ ഇറങ്ങും. അപ്പോൾ ഞങ്ങളത് കാണാൻ പോവാണ്. അപ്പോൾ ചേച്ചിമാരൊക്കെ ചേട്ടന്മാരെ കൂടെ നേരത്തെ പോയി. അപ്പം ഞാൻ, അമ്മ, വല്യമ്മയും പിന്നെ അമ്മാമ്മയും ഉണ്ട്. അപ്പോൾ ചേച്ചിമാരും എല്ലാവരൊക്കെ കൂടിയിട്ട് അവിടെ ഒത്തുകൂടും പൂരപ്പറമ്പിൽ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാൻ ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ. അപ്പോൾ അതേനാ ഞങ്ങളിതിപ്പോൾ ടൗണിലെത്തിയപ്പോൾ എൻ്റെ അമ്മ ഒടുക്കത്തെ തിരക്ക്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് തന്നെ നമ്മുടെ പൂങ്കുന്നം ദേശമാണ്. അപ്പോൾ പൂങ്കുന്നം ദേശത്തെ ടേബിളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് ദേവിയും ദേവന്മാരും മേഘം അതൊക്കെയായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ ചേച്ചിയും ചേട്ടൻ്റെ അടുത്തേക്കും പോകാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ എവിടെയാണെന്നറിയാൻ വേണ്ടിയിട്ട് ഫോൺ വിളിക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചേച്ചിയും ചേട്ടനും അടുത്തെത്തി. ചേച്ചീനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറകിൽ കൂടെ ഒന്ന് വരാൻ വേണ്ടി നിന്നതായിരുന്നു. പക്ഷേ ചേച്ചി പേടിച്ചില്ല. അവർ നല്ല സിമ്പിളായിട്ട് തിരിഞ്ഞു നോക്കി. അപ്പം അങ്ങനെ ഞങ്ങൾ അവരൊക്കെ അടുത്തിരുന്നു. കുറച്ച് നേരം ഈ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു. പക്ഷേ തിരക്കൊന്നും ഒഴിയേണ്ട ലക്ഷണമേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ നിച്ചുട്ടനെ എടുത്ത് കുറച്ച് നേരമൊക്കെ അവൻ്റെ അടുത്ത് കളിച്ചു. പിന്നെ അവനാണെങ്കിൽ ഒടുക്കത്തെ പേടി. എല്ലാവരും ഈ പുലിവേഷിട്ട കാരണം അവന് ഭയങ്കര പേടി. അവൻ നിലത്തേക്ക് ഇറങ്ങണമെന്നില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചീനെ ഒന്ന് കൂട്ടാനാണ് ഞങ്ങൾ പോകണ്ടായിരുന്നത്. അപ്പോൾ ആ ചേച്ചി എത്തിയിട്ടില്ല. അപ്പം ഞങ്ങൾ തിരിച്ചു ഇവിടെ തന്നെ വന്നിരുന്നു. അപ്പോൾ ആ ചേച്ചിയും കൂടി വന്നാലാണ് ഞങ്ങൾ ശരിക്ക് പുലിക്കളി കാണാനൊക്കെ ഇറങ്ങുള്ളൂ. അപ്പോൾ ഒരു പിയും വിചാരിച്ച് അവൻ്റെ അച്ഛനും മോനും കൂടി ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അമ്മോട് പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് പോയി കണ്ടാലോ എന്ന്. അപ്പം അമ്മ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയും കൂടിയിട്ട് പോയി കണ്ടു. തിരിച്ച് വന്നപ്പോൾ നമ്മുടെ IM വിജയനെ കണ്ടു. അപ്പോൾ IM വിജയനൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇവിടെ വന്നപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ട് വന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തന്നെ അമ്മാമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മാമ്മ കൂടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ അമ്മാമ്മേനെ നോക്കാനും പോയി. പിന്നെ അമ്മാമ്മേനെ കിട്ടിയപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പുലിക്കളി കാണാൻ വേണ്ടി ഇറങ്ങായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങായി. ഇപ്പോൾ ഈ ചേട്ടൻ എടുത്തിരിക്കുന്ന കുട്ടി ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ മോളാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പുലിവേഷിട്ട ചേട്ടന്മാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുക. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ഇതിൽ കൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് അവരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പം അങ്ങനെ ഞങ്ങൾ പൂരപ്പറമ്പിൽ കയറി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഞാൻ കഴിച്ചത് മാംഗോ ബാറാണ്. ബാക്കി എല്ലാവരും ഈ കോൺ ഐസ്ക്രീമാണ് കഴിച്ചത്. അപ്പോൾ ആ കഴിക്കേണ്ട ഇടയിൽ ഞാൻ ചേട്ടനെ വീഡിയോ എടുത്തപ്പോൾ ചേട്ടന് നാണം വന്നിട്ട് ചേട്ടനെ ഓടിപ്പിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവനെ എടുത്തു എന്ന്. അപ്പം ഞാൻ നേരെ നിച്ചൂട്ടൻ്റെ അടുത്തേക്ക് പോയി. അവനാണെങ്കിൽ ഒരു കൂസലും ഇല്ലാണ്ട് അവൻ വീഡിയോ കാണിച്ചിട്ടൊക്കെ കഴിക്കണ്ടായിരുന്നു. അപ്പം അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് മുനിസിപ്പലിറ്റിക്കാണ്. അവിടെ പിന്നെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പതുക്കെ മുനിസിപ്പലിലേക്ക് നടന്നു.
ഇപ്പം തന്നെ ഞങ്ങൾ വടക്കുന്നാഥൻ്റെ മുമ്പിലെത്തി. പിന്നെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാധാകൃഷ്ണ ഹോട്ടലിലേക്കാണ് കയറിയത്. പിന്നെ മസാല ദോശ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞതേ ഞങ്ങൾ വീണ്ടും പുലിക്കളി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത് നിന്ന് കാണാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ അകലെ നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടി തിരക്കിൻ്റെ ഉള്ളിൽ കുത്തിക്കിടന്ന് കയറി പുലിക്കളി കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. നമുക്കത് ഞാൻ ആദ്യമായിട്ടാണ് കറക്റ്റ് നേരെ നിന്ന് കാണുന്നത്. അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ കൂടിയും ചെറുതായിട്ടൊക്കെയാണ് കാണുന്നുണ്ടായിരുന്നത്. നല്ല രസത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പുലിക്കളി ഏകദേശം അവസാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ പോണ നേരത്തെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഒരു പുലിനെ ഞങ്ങൾക്ക് കിട്ടി വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ. അപ്പോൾ ഞാനും ചേട്ടനും ചേച്ചി എല്ലാവരും കൂടിയിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫിയൊക്കെ എടുത്ത് ഇനി ഇതേ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ലാസ്റ്റത്തെ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ നമ്മുടെ 2024 ഓണാഘോഷം ഇവിടെ കഴിഞ്ഞു. ലാസ്റ്റത്തെയാണ് പുലിക്കളി. എന്താ അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓണത്തെ കുറിച്ചിട്ട് എന്ത് പറയാനുള്ളത്? ഇത് വളരെ നല്ലൊരു ഇതാണ്. അല്ലാണ്ട് എന്താ പറയാ, ഓണം അടിച്ചു പൊളിച്ചു. 2024 ഓണം ഞങ്ങളെല്ലാവരും ഫാമിലി അടക്കം എല്ലാവരും തകർത്താഘോഷിച്ചു, പുലിക്കളി ആഘോഷിച്ചു, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനി തിരിച്ച് വീട് മുളയാൻ പോവുക. അപ്പൊ ഇനി അടുത്ത കൊല്ലം വരെ ഞങ്ങൾ കാത്തിരിക്കും പുലിക്കളി വരണത്. അപ്പൊ പിന്നെ വേറൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അയ്യന്തോളിന്റെ ടീം ഉണ്ടായിരുന്നില്ല. ആ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അതെ, ഒരു കൊല്ലം കപ്പ് വേറെ ടീമുകൾക്കും കൊടുക്കണോ? എല്ലാ കൊല്ലം അയ്യന്തോളാണ് കൊണ്ടുപോവുക. അപ്പൊ അതില്ലാത്തതിന്റെ ഒരു ചെറിയൊരു വിഷമം. അപ്പൊ അടുത്ത കൊല്ലം ഞങ്ങൾ അയ്യന്തോള ടീമായിട്ട് വരും. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി ഓക്കെ, ബൈ.